കണ്ണൂർ തളിപ്പറമ്പിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച ഭൂമി നരിക്കോട്ടില്ലത്തിൻ്റേതാണെന്ന വാദത്തിന് പിന്നാലെ നടപടികൾ പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നരിക്കോട്ടില്ലത്തിൻ്റെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന അവകാശവാദം ഉയർത്തി ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തെ പിന്തുണയ്ക്കുന്ന CPM നയത്തിനെതിരെയും വിമർശനം ശക്തമാണ്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, ഈ തളിപ്പറമ്പിലെ വഖഫിൻ്റെ അവകാശവാദം, അതിനുള്ള മറുപടി, പ്രതിഷേധം ആകെ എന്താണ്? കൃഷ്ണരാജ്, നമുക്കറിയാം 600 ഏക്കറോളം ഭൂമിക്കാണ് കണ്ണൂർ തളിപ്പറമ്പിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചത്. എന്നാൽ ഈ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച ഭൂമി മുഴുവൻ തളിപ്പറമ്പിലെ പ്രശസ്തമായ നരിക്കോട്ടില്ലത്തിൻ്റെതാണെന്ന് ഇപ്പോഴത്തെ അവകാശികളടക്കം വ്യക്തമാക്കുന്നൊരു സാഹചര്യമുണ്ടായി. മാത്രമല്ല, മുസ്ലിം ലീഗ് മാനേജ്മെന്റ് ഭരിക്കുന്ന സർ സയ്യിദ് കോളേജ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഒരു അഫിഡവിറ്റിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നുണ്ട്, ഇത് വഖഫ് ഭൂമിയല്ല, ഇത് നരിക്കോട്ടില്ലത്തിൻ്റെ ഭൂമിയാണ് എന്ന് അവർ തന്നെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഭൂമി മുഴുവൻ നരിക്കോട്ടില്ലത്തിൻ്റെതാണെന്ന അവകാശവാദവുമായി ഇപ്പോഴത്തെ തലമുറ രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇത് തിരിച്ചു പിടിക്കാൻ ആവശ്യമായ നിയമ നടപടികളടക്കം സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കുന്ന ഒരു അവസ്ഥയുമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഈ വഖഫ് ബോർഡിൻ്റേതടക്കമുള്ള നടപടികൾ പുനഃപരിശോധിക്കണമെന്നൊരു ആവശ്യം ശക്തമായി ഉയരുന്നത്. മാത്രമല്ല, CPMൻ്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ ഒരു വഖഫ് സംരക്ഷണ സമിതി എന്നൊരു സമിതി ഉണ്ടാക്കി ഈ വഖഫിൻ്റെ ഭൂമി തിരിച്ചു പിടിക്കണമെന്നൊരു ആവശ്യം ഉയർത്തി അവർ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഏതാണ്ട് 100-ലേറെ ആളുകൾക്ക്, അല്ലെങ്കിൽ 600 ഏക്കറോളം ഭൂമിയിൽ താമസിക്കുന്ന 100-ലേറെ ആളുകൾക്ക് ഈ വഖഫ് ബോർഡിൻ്റെ നോട്ടീസ് തളിപ്പറമ്പിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കുടിയൊഴിപ്പിക്കണമെന്നാണോ CPM അടക്കമുള്ള സംഘടനകൾ പറയുന്നത് എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് CPMൻ്റെ അടക്കം ഈ നടപടികൾ പുനഃപരിശോധിക്കണമെന്നൊരു ആവശ്യവുമായി BJP അടക്കം രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. കാരണം ഒരു സുപ്രഭാതത്തിൽ വന്നാണ് ഈ പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അത് വഖഫ് ബോർഡിൻ്റെ സ്ഥലമാണ്, അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ്, സാധാരണക്കാരനായ ജനങ്ങൾക്ക് നോട്ടീസ് ലഭിക്കുന്നൊരു സാഹചര്യമുണ്ടായത്. നമുക്കറിയാം, വഖഫ് ബോർഡിൻ്റെ നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ അത് വഖഫ് ഭൂമി അല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അതിൻ്റെ ഉടമസ്ഥന് മാത്രമാണ്. അത്തരമൊരു ഗതികേടിലേക്കാണ് തളിപ്പറമ്പിലെ പല ആളുകളും പോയിരിക്കുന്നത്. മാത്രമല്ല, ഈ വഖഫിൻ്റെ പേര് പറഞ്ഞ് കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്നൊരു ആശങ്കയിൽ നിൽക്കുന്ന ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക്, അവരുടെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തുന്ന ഒരു നടപടിയാണ് CPM നടത്തുന്നതെന്ന് വിമർശനവും ഉയരുന്നുണ്ട്. കാരണം CPM അവിടെ കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്ന ആശങ്കയുള്ള ജനങ്ങൾക്ക് വേണ്ടിയല്ല, അവിടെ വഖഫ് ബോർഡിൻ്റെ ഭൂമി തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വലിയ വിമർശനങ്ങൾ ഉയരുന്നത്. മാത്രമല്ല, ഈ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച ഭൂമി യഥാർത്ഥ ഉടമകൾ തങ്ങളാണെന്ന് നരിക്കോട്ടില്ലത്തിൻ്റെ ആളുകൾ പറഞ്ഞതോടുകൂടി ഈ വഖഫ് ബോർഡിൻ്റെ അവകാശവാദം ഉൾപ്പെടെ സംശയത്തിൻ്റെ നിഴലിലാകുന്നൊരു സാഹചര്യം കൂടി അവിടെയുണ്ട്. കൃഷ്ണരാജ്, ഈ മിഥുൻ പിള്ള, ഇതിപ്പോൾ ഈ അവകാശവാദം ഉന്നയിക്കുന്നു എന്നത് അവിടെ നിൽക്കട്ടെ, മറുവശത്ത് ആ വാദം തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടും അതിനെ പിന്തുണയേറിയിട്ടും എന്തുകൊണ്ട് വഖഫ് അതേ നിലപാടിൽ തുടരുന്നു? കൃഷ്ണ, അതുതന്നെയാണ് ഇതിലൊരു സംശയം ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ 600 ഏക്കറോളം ഭൂമി വഖഫിൻ്റേതാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന രേഖകളൊന്നും വഖഫിൻ്റെയും കയ്യിലില്ല എന്നൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, സാധാരണഗതിയിൽ വഖഫ് ബോർഡ് ഒരു ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് വന്നു കഴിഞ്ഞാൽ ഏത് ഭൂമിയിലാണ് അവകാശവാദം ഉന്നയിച്ചത് അതിൻ്റെ ഉടമയ്ക്ക്, അത് വഖഫ് അല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അതിൻ്റെ ഉടമയ്ക്കാണ്. അത്തരത്തിൽ വളരെ പെട്ടെന്നൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുന്നൊരു നിലപാടാണ് വഖഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ ഇതിന് ബദലായി ഇത് വഖഫ് ഭൂമിയല്ല, നരിക്കോട്ടില്ലത്തിൻ്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശികൾ ഉൾപ്പെടെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിലവിൽ വഖഫ് ബോർഡ് മൗനം പാലിക്കുകയാണ്. ഇനി ഈ നരിക്കോട്ടില്ലത്തിൻ്റെ ആളുകൾ പഴയകാല രേഖകൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് രംഗത്ത് വരികയാണെങ്കിൽ അത് വഖഫ് ബോർഡിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ ഈ വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്ന ആശങ്കയിൽ നിൽക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു നടപടി കൂടിയായിരിക്കും ഇതുണ്ടാക്കുക. കൃഷ്ണരാജ്, വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.